ആദ്യം നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ 49 ലോകരാഷ്ട്രങ്ങളുണ്ട്. അതാണ് പറയാൻ പോണത്. അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ഇറാഖ്, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഒമാൻ, കസ്കിസ്ഥാൻ, കംബോഡിയ, കിഴക്കൻ തിമോർ, കിർഗിസ്ഥാൻ, കുവൈറ്റ്, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, ചൈന, ജപ്പാൻ, ജോർദാൻ, താജിക്കിസ്ഥാൻ, തായ്ലൻഡ്, തൈവാൻ, തുർക്കി, തുർക്ക്മെനിസ്ഥാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, പാലസ്തീൻ, ഫിലിപ്പൈൻസ്, ബംഗ്ലാദേശ്, ബഹ്റൈൻ, ബ്രൂണൈ, ഭൂട്ടാൻ, മലേഷ്യ, മാലിദ്വീപ്, മ്യാൻമാർ, ബർമ, മംഗോളിയ, യുണൈറ്റഡ് അറബ്, യമൻ, ലബനോൺ, ലാവോസ്, വിയറ്റ്നാം, ശ്രീലങ്ക, സിംഗപ്പൂർ, സിറിയ, സെയിൻസൈൽസ്, സൗദി അറേബ്യ, റഷ്യ വരെ. ഏഷ്യ ഭൂഖണ്ഡത്തിൽ റഷ്യ അപ്പോൾ 2 ഭൂഖണ്ഡങ്ങളിൽ പെടും. യൂറോപ്പിൽ കുറച്ച് പെടും, കുറച്ച് ഏഷ്യയിലുമായിട്ടാണ് റഷ്യ. ഇനി ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോട്ടെ. ഇനി അടുത്തത് ആഫ്രിക്ക ഭൂഖണ്ഡം. വലിയ ഒരു ഭൂഖണ്ഡം ഏഷ്യയോടൊത്ത് നിൽക്കുന്നത്. അത് പറയാമ്പോൾ അംഗോള, ആൾജീരിയ, ഇക്വഡോറിയൽ, ഈജിപ്റ്റ്, ഉഗണ്ട, എത്യോപ്യ, എറിട്രിയ, കമറൂൺ, കെനിയ, കേപ്പ് വേർഡ്, കോമറോസ്, കോട്ട് ദി ഐവോർ, കോങ്കോ, സയർ കോങ്കോ, ഗബോൺ, ഗാംബിയ, ഗിനിയ, ഗിനിവിസോ, ഘാന, ചണ്ഡി, ജിംബൂട്ടി, ഡൻസാനിയ, ടുണേഷ്യ, ടോഗോ, നമീബിയ, നൈജീരിയ, നൈജർ, ബുർക്കിന ഫാസോ, ബുറുണ്ടി, ബെനിൻ, ബോട്സ്വാന, മാലവി, മാഡഗാസ്കർ, മാലി, മോസാംബിക്ക, മൊറോക്കോ, മൗറിറ്റാനിയ, മൗറീഷ്യസ്, ലിബിയ, ലെസോത്തോ, ലൈബീരിയ, സവാഡോം, പ്രിൻസിപ്പി, സാംബിയ, സിംബാബ്വെ, സിയലിയോൺ, സുഡാൻ, സെനഗൽ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സോമാലിയ, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക, സ്വിറ്റ്സർലൻഡ്, റുവാണ്ട. ആഫ്രിക്ക ഭൂഖണ്ഡം മറ്റേ ഏഷ്യയുടെ പറഞ്ഞതാണ്. ഇനി വന്നത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്ക 24 രാഷ്ട്രങ്ങൾ. പറഞ്ഞോട്ടെ. 24 രാഷ്ട്രങ്ങൾ. ആൻറ്റിഗ്വ, ബർബഡ, എൽ സൽവഡോർ, കാനഡ, കോസ്റ്റാറിക്ക, ക്യൂബ, ഗ്രാനഡ, ഗോട്ടിമല, ജാമൈക്ക, ട്രിനിഡാഡ് ടൊബാഗോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, നിക്കോറയ്ക്ക, പലാവ്, പനാമ, ബഹമസ്, ബർബഡോസ്, വെജീസ്, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, സെൻറ്റ് കാറ്റസ് നബി, സെൻറ്റ് ലൂസിയ, സെൻറ്റ് വിൻസെൻ്റ്, ഗ്രാനഡൈസ്, ഹെയ്റ്റി, കോൺട്രൈസ്. 24 രാഷ്ട്രങ്ങൾ നോർത്ത് അമേരിക്കക്ക്. ഇനി സൗത്ത് അമേരിക്ക 12 രാഷ്ട്രമുണ്ട്. അർജൻറ്റീന, ഇക്വഡോർ, ഉറുഗ്വേ, കൊളംബിയ, ഗയാന, ചിലി, പരഗ്വേ, പെറു, കൊളംബിയ, ബ്രസീൽ, വെനിസ്വേല, സൂരിനാം. 13 രാജ്യം. ഇനി ആസ്ട്രേലിയ ഒരു ചെറിയ ഭൂഖണ്ഡമുണ്ട്. കേട്ടിട്ട് ആസ്ട്രേലിയ, കിരിമ്പാട്ടി, ഡോഗ, ടുവാലു, നവറു, ന്യൂസിലൻഡ്, പപ്പുവന്യഗിനി, ഫിജി, മാർഷൽ ഐലൻഡ്, മൈക്രോനേഷ്യ, വനാട്ട്, സമോവ ബേസൻ, സോളമൻ ഐലൻഡ്. ഇനി വന്നത് ഒരെണ്ണം കൂടിയുണ്ട്. യൂറോപ്പ്. പറഞ്ഞോട്ടെ. യൂറോപ്പിൻ്റെ ആൻഡോറ, അയർലൻഡ്, അൽബേനിയ, ഓസ്ട്രിയ, ഇറ്റലി, ഉക്രൈൻ, എസ്റ്റോണിയ, ഐസ്ലൻഡ്, ക്രൊയേഷ്യ, ഗ്രീസ്, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, ജോർജിയ, ഡെൻമാർക്ക്, നെതർലാൻഡ്, നോർവേ, പോർച്ചുഗൽ, പോളണ്ട്, ഫിൻലൻഡ്, ഫ്രാൻസ്, ബൾഗേറിയ, ബെലാറൂസ്, ബെൽജിയം, ബോസ്നിയ, മാസിഡോണിയ, മൾട്ട, മൊണാക്കോ, മോൾഡോവ, യുണൈറ്റഡ് കിങ്ഡം, ലക്സംബർഗ്, ലാറ്റ്വിയ, ലിത്വാനിയ, ലിechtenstein, വത്തിക്കാൻ, സാൻ മാരിനോ, സെർബിയ, സൈപ്രസ്, സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ, സുഡാൻ, സ്ലോവാക്യ, സ്ലോവേനിയ, ഹംഗാറി, റൊമാനിയ 44 രാഷ്ട്രങ്ങൾ. ഇപ്പോൾ ആകെ 6 ഭൂഖണ്ഡം പറഞ്ഞു. 6 ഭൂഖണ്ഡത്തിൽ കൂടി 194 ലോകരാഷ്ട്രങ്ങളായിട്ടുണ്ട്. ഒന്നും പോയില്ല. അതൊക്കെ വായനശീലത്തിൽ കൂടി നമ്മുടെ ശരിക്ക് കേന്ദ്രീകരിക്കാനുള്ള എന്തോ ഒരു ശക്തിയുണ്ട്, അത്രേ ഉള്ളൂ. അതെ, പണ്ട് പഠിച്ച ആ കാലം മുതലുള്ളൂ. ഇംഗ്ലീഷൊക്കെ പേര് ചോദിച്ചാൽ പറയും, വയസ്സ് ചോദിച്ചാൽ പറയും. അതുപോലെ ഹിന്ദി ടെക്നിക്കൊന്നുമില്ല. നമ്മൾ മറ്റുള്ള പരദൂഷണങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരേ രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിയണം. വായിക്കും. മലയാളം ബുക്ക് വായിക്കും. അതിപ്പം പുരാണം പറഞ്ഞാലും നമ്മളുടെ പുരാണം ഉണ്ടല്ലോ, ഹിന്ദു മത പുരാണം,
അത് പറഞ്ഞാലും ഒരവസാനമില്ല, ആദ്യമില്ല, അന്തമില്ല. അത് നമ്മളുടെ അല്ല, ഇസ്ലാം മതത്തിൻ്റെയും പറയും, ക്രിസ്ത്യൻ മതത്തിൻ്റെയും പറയും. KANNAN VALLON കണ്ണൻ വള്ളുവൻ. കങ്ങരപ്പടി വട്ടപ്പരുത വടവോട് PO കങ്ങരപ്പടി. 3ാം ക്ലാസ് വരെ, 3ാം സ്റ്റാൻഡേർഡ്. ലോകത്തൊക്കെ പോകണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വേറെ രാജ്യം കാണണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ ആശയുണ്ടാവും, പക്ഷെ അതിനൊന്നും നിൽക്കില്ല. ഈ മറ്റ് ലോകരാഷ്ട്രങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇറങ്ങിയാൽ അതിന് എല്ലാ വിധത്തിലുള്ള സാമ്പത്തികമുള്ളവർക്ക് അതൊക്കെ നല്ല കാര്യമാണ്. ആരെങ്കിലും കൊണ്ടുപോയേ പോകും. അപ്പം ഞാനീ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം വിനയന് പറയാമോ? പണ്ട് കാലത്ത് എന്താ, അന്നത്തെ കാലഘട്ടങ്ങളിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. ഓടും കെട്ടിടമല്ല, വൈക്കോൽ കൊണ്ടുള്ള വീടല്ല എന്നൊക്കെ. എല്ലാവരും നമ്മുടെ നിങ്ങളുടെ അങ്ങനെ പഠിക്കാൻ പിന്നെ അതിപ്പോൾ തോന്നില്ല, ആർക്കും ഉണ്ടാവുമല്ലോ. പഠിക്കാതിരുന്ന് കുറേ കൂടി പഠിക്കാറുണ്ടെന്നാണ് സ്കൂൾ പഠിത്തം. പിള്ളേർക്കൊക്കെ അറിയോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അറിയാൻ? ഇല്ല, അവർക്ക് സംശയമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇഷ്ടമാണോ പറഞ്ഞത്? അത് ആരായിട്ട് സംസാരിക്കാനും ഇഷ്ടം. അതൊന്നും നോക്കേ ഇടങ്ങേറ് വരുന്ന കാര്യങ്ങളല്ല. ഒരാളെ വിമർശിക്കുക, പുച്ഛിക്കുക, തരം താഴ്ത്തപ്പെടുന്ന കാര്യങ്ങളല്ല. ആണോ?